ലൈവ് അപ്ഡേറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ മോർണിംഗ് ആക്ടിവിറ്റിയിലെ വാനോളം പുകഴ്ത്തി വെച്ചിരിക്കുകയാണ് അനീഷിനെ മറ്റു വീട്ടുകാർ. ചെറിയ നിമിഷങ്ങളിലെ വലിയ മനസ്സ് കണ്ടെത്താനുള്ള ഒരു മോർണിംഗ് ആക്ടിവിറ്റി ആയിരുന്നു ബിഗ് ബോസ് കൊടുത്തിരുന്നത്. ഹൃദയത്തിൽ തൊടുന്നതും എന്നാൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോയ ആരെങ്കിലും ചെയ്തൊരു സൽപ്രവൃത്തിയാണ് പറയേണ്ടത്. അഭിലാഷ് പറയുന്നു, മുൻകാലത്ത് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ പോടെ എന്ന് അനീഷിനോട് പറഞ്ഞു. പിന്നീട് അനീഷ് തന്നെ വന്ന് തന്നെ മുഖത്ത് തലോടി സമാധാനിപ്പിച്ച് സാറിലെ പോട്ടെ എന്ന് പറഞ്ഞപ്പോൾ അഭിലാഷിനെ അത് ഒരുപാട് ചിന്തിപ്പിക്കുകയും പിന്നീട് അനീഷായിട്ട് ഒരു തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോയിട്ടില്ല പറയുന്നു. ബിഗ് ബോസ് ഹൗസിൽ അനീഷിനോട് റൂഡായിട്ട് പെരുമാറിയ കുറച്ച് മത്സരാർത്ഥികളിൽ ഒരാളാണ് അഭിലാഷ്. അഭിലാഷ് എപ്പോഴും അനീഷിനെ ആട്ടി ഓടിച്ചിട്ടായിരുന്നു തിരിച്ചു ഉത്തരം പറഞ്ഞിരുന്നത്. എന്ത് തന്നെയായാലും അഭിലാഷിന്റെ വായന അത് കേട്ടതിന് ഒരുപാട് സന്തോഷം തന്നെ. അപ്പാനി അനീഷിനെ പ്രിയ സുഹൃത്തെന്ന് വിളിക്കുന്നു. അതിനുശേഷം ജിഷൻ പറയുന്നുണ്ട് താൻ കഴിക്കാതെ ഇരുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അനീഷാണ് തന്നോട് ഭക്ഷണം കഴിക്കാനും ദേഷ്യം ഭക്ഷണത്തോട് കാണിക്കരുതെന്നും ആരോഗ്യം വെറുതെ നശിപ്പിക്കരുതെന്നും പറഞ്ഞതെന്ന്. പിന്നീട് അക്ബർ പറയുന്നുണ്ട്, വളരെ റൂഡായിരുന്നു അനീഷ് തുടക്കത്തിൽ. ഇപ്പോഴുള്ള അനീഷേട്ടനെയാണ് ഞങ്ങൾക്ക് എപ്പോഴും ഇഷ്ടം. ഇതുപോലെ തന്നെ തുടക്കത്തിൽ നിന്നാൽ മതിയായിരുന്നു എന്ന് അക്ബർ പറയുന്നുണ്ട്. പിന്നീട് അക്ബർ ഡൗൺ ആയിരുന്നപ്പോൾ ഓക്കെ അല്ലേ എന്ന് ഇടക്കിടക്ക് വന്ന് അനീഷ് ചോദിക്കും എന്നൊക്കെ പറയുന്നു. പിന്നെ സരികയും ഈ പറഞ്ഞ പോലെ അനീഷിനെ പറയുന്നു, ആ ഒരു ജയിലിൽ ആ ഒരു ടാസ്ക് കൊടുത്തിരുന്നല്ലോ ആ നാരങ്ങ എറിയാൻ. അപ്പം അതിലും അനീഷ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു. കാരണം ഇവരെടുത്ത് എറിയുന്നത് അനീഷ് എടുത്ത് കൊടുക്കുകയും അനീഷും അഭിലാഷും അതുപോലെ തന്നെ രണ്ടുപേരും ഒന്നിച്ചിട്ട് തന്നെ ഹെൽപ്പ് ചെയ്തിരുന്നു. അവസാനം മസ്താനയും പറയുന്നു, നിങ്ങൾ വിന്നറാവോ എന്നൊന്നും അറിയില്ല, പക്ഷെ നിങ്ങൾ നല്ലൊരു മനുഷ്യനാണെന്ന്. ജിഷൻ തമാശയ്ക്ക് പറയുന്നുണ്ട്, ബിഗ് ബോസിനോട് പോലും സുഖമല്ലേ എന്ന് ചോദിക്കുന്ന ആളാണ് അനീഷ്. ഡയലോഗ് കേട്ട് എല്ലാവരും ചിരിക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും തന്നെ ആട്ടി ഓടിച്ചവരുടെയും റൂഡായി നിന്നവരുടെയും ഹരാസ് ചെയ്തവരുടെയും ബുള്ളി ചെയ്തവരുടെയും ഉപദ്രവിച്ചവരുടെയും വായി നിന്ന് തന്നെ അനീഷ് നല്ലത് പറയിപ്പിച്ചിരിക്കുകയാണ്. അനീഷിന് മനസ്സ് നിറഞ്ഞിട്ടുണ്ട്. ചിരിച്ച് കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് അനീഷ് എല്ലാവരോടും നന്ദി പറഞ്ഞത്.